നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർഷകരോടുള്ള അവഗണനയ്ക്കെതിരെ കർഷക കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. കേരള പട്ടിക ജനസമാജം, കേരളീയ പട്ടിക വിഭാഗ സമാജം എന്നീ സംഘടനകൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി. കാരമുക പൂത്തൃക്കോവ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നരസിംഹ ജയന്തി ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിന്റെ കർഷകരോടുള്ള അവഗണനയ്ക്കെതിരെ കർഷക കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ ധർണ നടത്തി. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് സുധീർ പാടൂർ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ് മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് ഭാരവാഹികളായ വേലായുധൻ പാറളം, KP പ്രകാശൻ, മണ്ഡലം പ്രസിഡന്റുമാരായ KB രാജീവ്, KA ചന്ദ്രൻ, PM സിദ്ദീഖ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ്, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഷൈൻ നാട്ടിക, E രമേശൻ, ബിജേഷ് പന്നിപ്പുലത്ത്, ഷാനവാസ് അന്തിക്കാട്, ബാലഗോപാൽ നല്ലയിൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റസിയ ഹബീബ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പല പാടശേഖരങ്ങളിലും മഴ പെയ്തപ്പോൾ നെല്ല് കർഷകർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എടുക്കാതെ ബില്ലുകാർ തട്ടിക്കളിച്ച് അവരൊക്കെ വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാസങ്ങളായി നെല്ലൊക്കെ സംഭരിച്ചു കഴിഞ്ഞവർക്ക് പോലും ഇപ്പോൾ ആ നെല്ലിൻ്റെ വില ഇതുവരെയും ലഭ്യമാക്കുവാൻ കേരള ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് പോലും വില വർദ്ധിപ്പിക്കുന്നത് പോലും ആ വർധനവ് പോലും ഇവിടുത്തെ കർഷകർക്ക് ഉറപ്പുവരുത്താൻ കഴിയാത്ത ഒരു സർക്കാരാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള പട്ടിക ജനസമാജം, കേരളീയ പട്ടിക വിഭാഗ സമാജം എന്നീ സംഘടനകൾ കേരളീയ പട്ടിക ജനസമാജം എന്ന പേരിൽ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. ശ്രീനാരായണപുരം പോള ഹാളിൽ നടന്ന ലയന സമ്മേളനം റിട്ടയർഡ് കേരള ഹൈക്കോടതി ജഡ്ജി B കമാൽ പാഷ ഉദ്ഘാടനം ചെയ്തു. ഛിന്നഭിന്നമായി കിടക്കുന്ന പട്ടികജാതി സംഘടനകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ നിങ്ങളെ വിളിച്ചാലായി ഇന്നലെ നമ്മുടെ യോഗത്തിൽ വളരെ വലിയൊരു ആശയമായിരുന്നു. കർഷക പഞ്ചായത്ത് എന്നുള്ള രീതിയിലുള്ള തുടക്കമാണ്. ആ കർഷക പഞ്ചായത്തിൽ പാർട്ടിസിപ്പേറ്റ് അതിന് മുദ്രാവാക്യം എന്ന് പറയുന്നതാണ് എന്നെ ആകർഷിച്ചത്. അതായത് ഒഴിവാക്കപ്പെട്ടവരുടെ കൂട്ടായ്മയാണ്. ഒഴിവാക്കപ്പെട്ട, അതായത് സമൂഹത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർ. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞത് 3 കാര്യങ്ങൾ, 3 പേരെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നവരെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ആദിവാസി സമൂഹമാണ്, സഹോദരങ്ങളാണ്. അപ്പൊ അവരെ ഒഴിവാക്കപ്പെടുന്നു എന്ന് പറയാൻ കാരണം അവർക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റും അതുപോലെ സംസ്ഥാന ഗവൺമെന്റും ഒക്കെ വളരെയധികം തുക ചെലവഴിക്കാറുണ്ട്. MM ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ET ടൈസൺ MLA മുഖ്യാതിഥിയായി. നേതാക്കളായ AR ബാബുരാജ്, KA സുബ്രഹ്മണ്യൻ, PMP നടേരി, MG സുന്ദരൻ, നിർമ്മല്ലൂർ ബാലൻ, MS വിജയൻ, ശൈലജ രാമകൃഷ്ണൻ, VM സുനിത, ബീന ബാബു തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന പ്രസിഡന്റായി MM ശ്രീധരൻ, ജനറൽ സെക്രട്ടറിമാരായി MS വിജയൻ, നിർമ്മല്ലൂർ ബാലൻ, ട്രഷററായി TR ഹരിദാസൻ എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ അമ്മ സദസ്സിന്റെ നേതൃത്വത്തിൽ മാതൃദിനം ആഘോഷിച്ചു. മുതിർന്ന അമ്മമാരെ എക്സൈസ് സിവിൽ ഓഫീസർ അബ്ദുൾ ബാസിൽ ആദരിച്ചു. അമ്മ സദസ്സ് പ്രസിഡന്റ് മോഹിനി ഭാസ്കർ അധ്യക്ഷയായി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ, ലളിത മോഹൻദാസ്, രമ്യ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. അങ്ങനെ ഒരു ദിവസത്തിലൊതുങ്ങുന്നതല്ല മാതൃ, അല്ലേ? അമ്മയുമായുള്ള ബന്ധം ഒരു ദിവസത്തിലൊതുങ്ങുന്നതല്ല. അമ്മ എന്ന് പറയുന്നത് നമ്മുടെ അല്ലാണ്. മലയാള ഡിക്ഷണറിയിലെ ഏറ്റവും അതിമനോഹരമായ പദം ഏതെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. അത് അമ്മ എന്ന് തന്നെയാണ്, അല്ലേ? അമ്മ സ്നേഹമാണ്, അമ്മ കരുണയാണ്, അമ്മ കരുതലാണ്, സുരക്ഷിതത്വമാണ്, സംരക്ഷണമാണ്. അങ്ങനെ കുറെ അല്ലാത്തിൻ്റെ നിർവചനത്തിൽ വരുന്ന ഏക പദമാണ് അമ്മ.
അമ്മയോടൊപ്പം നമുക്കൊരു വലിയ വിശ്വാസമാണ്. അമ്മയോടൊപ്പം നമുക്ക് മരിക്കാൻ പേടിയാണ് അല്ലേ? എന്നാൽ അമ്മ മരിച്ചാലോ നമുക്ക് ജീവിക്കാനും പേടിയാണ് അല്ലേ? അങ്ങനെ കുറേയേറെ പറയാനുണ്ട്. ആക്രമണത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിക്കൽ, ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്, കലാപരിപാടികൾ എന്നിവയുണ്ടായി. ആർക്ക് നമ്മളെ സ്കൂളിൽ നിന്ന് പിള്ളേര് വീട്ടിലോട്ട് വരുമ്പോൾ അന്ന് സ്കൂളിൽ നടന്ന കാര്യങ്ങൾ ആരൊക്കെ വീട്ടിൽ ചോദിക്കാറുണ്ട്? ചോദിച്ചിരുന്നവര് കൈവയ്ക്കോ? വീട്ടിൽ ഇപ്പൊ സ്കൂള് വിട്ട് താഴ്ത്തിക്കോ? അല്ല, നിങ്ങൾ കൈ വെക്കണം, മനസ്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ, മനസ്സിൽ ആലോചിച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ സ്കൂള് വിട്ട് വീട്ടിലോട്ട് എത്തിയിട്ട് നേരെ ബാഗ് അവിടെ ഇട്ട് മൊബൈൽ നോക്കിയിരിക്കുമ്പോഴും ഒന്നും പറയാത്ത വീട്ടുകാരും, അതേപോലെ തന്നെ അവരെ കളിക്കാൻ പോവാൻ വിടാത്ത വീട്ടുകാരും ഉണ്ടെങ്കിൽ അവരിതിന് പങ്കാണ്. ലയൺസ് ക്ലബ്ബ് നാഷണൽ 318 അടിയുടെ ക്ലോത്ത് ബാങ്ക് പ്രൊജക്ട് പ്രകാരം തൃശൂർ ലയൺസ് ക്ലബ്ബിൽ നിന്നും സ്വീകരിച്ച വസ്ത്രങ്ങളുടെ ഒരു ഭാഗം തൃപ്രയാർ ടെമ്പിൾ സിറ്റി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചൂലൂർ യോഗിനിമാത ബാലികാ സദനത്തിലേക്ക് കൈമാറി. ക്ലോത്ത് ബാങ്ക് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ പീതാംബരൻ രാരമ്പത്ത് വിതരണം ചെയ്തു. റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ക്ലോത്ത് ബാങ്ക് കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്തിനെ ചടങ്ങിൽ ആദരിച്ചു. സർവീസ് ചെയർപേഴ്സൺ സീമ സക്കറിയ, ട്രഷറർ ജോസ് താടിക്കാരൻ, ഇ.പി. തോമസ്, റഷീദ വീരാസൻ, വാടനപ്പള്ളി ലയൺസ് ക്ലബ്ബ് എക്സിക്യൂട്ടീവ് മെമ്പർ കെ.ആർ. മോഹൻ റോയ്, വലപ്പാട് ലയൺസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ജോസഫ്, ബാലികാ സദനം വൈസ് പ്രസിഡന്റ് വി.പി. സജീവ്, ട്രഷറർ തിലകൻ എന്നിവർ സംസാരിച്ചു. ഇവിടെ വരുന്നതും നിങ്ങളുടെ കൂടെ അല്പസമയം ചെലവഴിക്കുന്നതും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇന്ന് മാതൃദിനമാണ്. ഞങ്ങളിവിടെ അമ്മമാരോട് സംസാരിക്കുമ്പോൾ പറയും, ഞങ്ങൾക്ക് ഇവിടെ നല്ല കുറേ കുഞ്ഞുമക്കളുണ്ട്, അവരെ ഞങ്ങൾക്ക് പഠിപ്പിച്ച് നല്ല ഉദ്യോഗത്തിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. 6 പേരുടെ വിവാഹം വളരെ മനോഹരമായി ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ല നല്ല അനുഭവങ്ങളാണ് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കാറ്. പെരിങ്ങോട്ടുകര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്റ്റുഡന്റ് മാർക്കറ്റ് ആരംഭിച്ചു. ആദ്യ വിൽപ്പന ഉദ്ഘാടനം നഹാൻ ഷാമിഹ്, നഹ്ഷൽ ഷസഹ് എന്നിവർക്ക് നൽകി. ഈശൻ സ്മാരക പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രസിഡന്റ് സിബിൻ സി ബാബു നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി മാസ്റ്റർ അധ്യക്ഷനായി. VM കരീം മാസ്റ്റർ, PG സോമശേഖരൻ, TK ചന്ദ്രൻ, PN പ്രദീപ് കുമാർ, EC പോൾ, തങ്കമണി ശശിധരൻ, ഷീജ ഭരതൻ, രചന NU, സിജിത്ത് PK, ബാങ്ക് സെക്രട്ടറി PJ ഷൈനി, TR പ്രകാശൻ എന്നിവർ സംസാരിച്ചു. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ,
പരിഹാരവും ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കരമുക പൂത്തൃക്കോവ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നരസിംഹ ജയന്തി ആഘോഷിച്ചു. കോരിമന വൈഷ്ണവ് നമ്പൂതിരി ചന്ദനത്തിൽ നരസിംഹാവതാര രൂപം ചാർത്തി. സമ്പൂർണ്ണ നാരായണീയ പാരായണം, ചുറ്റുവിളക്ക്, നിറമാല, നരസിംഹ മൂലമന്ത്രാർച്ചന, വിശേഷാൽ പാനക നിവേദ്യം എന്നിവ ഉണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി ഗരുഡത്തുമന ബിനു വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സെക്രട്ടറി PB വേണു, സൂര്യനാരായണൻ K, VV പ്രമോദ്, പ്രദീപ്, ചന്ദ്രൻ ഉരകത്ത്, സുഷമ സുനിൽ, അജിത ശ്രീനിവാസൻ, കാർത്തിയായനി അപ്പുക്കുട്ടൻ, ഇന്ദിര വിശ്വനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. വടക്കേക്കാരമുക്ക് സെന്റ് ജോസഫ് കുരിശുപള്ളിയിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാൾ ആഘോഷിച്ചു. ഫാദർ പ്രിൻസ് ചിരിയങ്കണ്ടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ റിൻഡോ പയ്യപ്പള്ളി തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. വൈകിട്ട് സെന്റ് ആന്റണീസ് ചർച്ചിൽ നിന്നും ലില്ലിപ്പൂവ് എഴുന്നള്ളിപ്പ് ആരംഭിച്ച് രാത്രി 10 മണിക്ക് കുരിശുപള്ളിയിൽ സമാപിച്ചു. വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് 7-8 വാർഡുകളിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുസ്തഫ അധ്യക്ഷനായി. വാർഡ് പ്രസിഡന്റ് ഷമീർ ഹംസ, DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ്, DCC ജനറൽ സെക്രട്ടറി VG അശോകൻ, മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് എന്നിവർ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീജ, ഖത്തർ ഇൻകാസ് പ്രതിനിധി ഗോകുൽദാസ്, ശശിധരൻ വൈക്കാട്ടിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉസ്മാൻ, മണ്ഡലം സെക്രട്ടറിമാരായ ഖാദർ ചേലോട്, രഘുനന്ദൻ വാഴപ്പിള്ളി, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PV ഉണ്ണികൃഷ്ണൻ, വാർഡ് പ്രസിഡന്റ് ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. പണം കൊടുത്ത് ഡാമുകൾ കെട്ടി ജലസേചനത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത് ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും കെട്ടിപ്പടുക്കാനുള്ള വളരെ വളരെ ശക്തമായ ഒരു അടിത്തറ ഈ രാജ്യത്തിന് പാകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകളുമാണ് എന്ന് അഭിമാനത്തോടുകൂടെ നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയും. വടനപ്പള്ളി നടുവിൽക്കല് പ്രാചീന കേരള കളരി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ PK മുഹമ്മദ് ഗുരുക്കൾ അനുസ്മരണവും കളരി പ്രദർശനവും മത്സരവും സംഘടിപ്പിച്ചു. കണ്ടശങ്കടവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു.
അത്ര ജാതി മതഭേദമന്യേ എല്ലാവരിൽ നിന്ന് അദ്ദേഹം സ്നേഹം സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാവരെയും സ്നേഹം കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഒരു ചെറിയ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു കളരിയിൽപ്പെട്ട എന്തെങ്കിലും ഒരു ഐറ്റം അവന്റെ കയ്യിലുണ്ടെങ്കിൽ മുമ്പ് ഒരു മുതിർന്ന ആളും നോക്കില്ല, അത് മേടിച്ച് പകർത്തി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും. അഹങ്കാരത്തിന്റെ ഒരു കണിക പോലും മുമ്പൊക്കെ ഉണ്ടായിരുന്നില്ല. ആരെല്ലാം ഒക്കെ വെല്ലുവിളിച്ചാലും മുമ്പൊക്കെ ആ വെല്ലുവിളിക്കുന്ന ആള് പുറത്ത് തട്ടിയിട്ട്. അപ്പൊ എന്റെ അച്ഛൻ പറയും, എന്റെ അച്ഛനൊക്കെ എടുത്ത പിടിച്ചടിയാണ്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം സുജിത്ത് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് സബ് ഇൻസ്പെക്ടർ വി എസ് ജയൻ മത്സര ഇനങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പ്രാചീന കേരള കളരി സംഘം ഗുരുക്കൾ പി എം ഷമീറിന്റെ നേതൃത്വത്തിൽ കളരി പ്രദർശനം നടത്തി. സംഘാടക സമിതി അംഗം സൗമ്യ, സിവിൽ എക്സൈസ് ഓഫീസർ കെ വി കണ്ണൻ, ഡെന്നി, ആർ എം താരിഖ്, രമേശൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വാഹനാപകടത്തിൽ നട്ടെല്ലിന് ഗുരുതരമായ പരിക്ക് പറ്റി നടക്കാൻ കഴിയാത്ത മണലൂർ ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലെ പുളിനിന്ന കോട്ടുവളപ്പിൽ അരുണിന്റെ മകൻ പി എ അഖിലിന് OVS ഫൗണ്ടേഷൻ വീൽചെയർ നൽകി. ചാലിശ്ശേരി എൻക്ലൈവിൽ നടന്ന യോഗത്തിൽ മണലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ വി വിനോദ് അധ്യക്ഷത വഹിച്ചു. OVS ഫൗണ്ടേഷൻ കൺവീനർ PB ജോഷി, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവിയർ, വാർഡ് മെമ്പർ ധർമ്മൻ പറത്താട്ടിൽ എന്നിവർ ചേർന്ന് വീൽചെയർ കൈമാറി. യോഗത്തിൽ മുൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG ശശി, ധനമോൻ മടത്തിപ്പറമ്പിൽ, PB ഹരിദാസ്, KV ജയൻ, ഷൈമേഷ് പാലാഴി, ശരൺദാസ്, PH ഡക്കോറ വർഗീസ്, ഷാജു വളപ്പില, രാകേഷ് പറത്താട്ടിൽ, റോയ് താണിക്കൽ എന്നിവർ സംസാരിച്ചു. എനിക്ക് പുറത്തൊക്കെ പോകണമെങ്കിൽ അറിയത്തേട്ടാ ഒരു വണ്ടി, ഒരു വീൽ ചെയർ വേണം. ആ വീൽ ചെയർ ഒരു ഇലക്ട്രിക്കൽ വീൽ ചെയർ ആവണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആലോചിച്ചപ്പോൾ ഏതാണ്ട് 1,50,000 രൂപ ചിലവ് വരും. അതിന് ഈ വീൽ ചെയറിന് 1,50,000 രൂപ ചിലവ് വരും. പെട്ടെന്ന് 1,50,000 രൂപ ഒരാൾ തരാമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നടക്കുന്നതല്ല. അപ്പോൾ സ്വാധീനമൊക്കെ എല്ലാവരും ഇടപെട്ടിട്ട് ചില ആളുകൾ പലരും സംസാരിക്കലൊക്കെ ഉണ്ടായി. പക്ഷെ എല്ലാവരും ഒരാൾക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, കൂട്ടമായിട്ട് ചെയ്യാം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ ഈ വിഷയം ഷാബുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. ഞങ്ങൾ മോഹനേട്ടൻ ഒരു ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്നു. മോഹനേട്ടനെ കാണാൻ പോയപ്പോൾ ആ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഷാബുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഷാബുവിന് അത്ര പൈസയാവും ചോദിച്ചപ്പോൾ പറഞ്ഞു 1,50,000 രൂപയാവും എന്ന് പറഞ്ഞപ്പോൾ ഷാബു ആലോചിച്ചിട്ട് 10 മിനിറ്റിനുള്ളിൽ അത് തീരുമാനമെടുത്ത് വാങ്ങിത്തരാ ചെയ്തത്. ഇനി ഒരു ഇടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. മണലൂർ മണ്ഡലം 2-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് വിശ്വനാഥൻ വാഗേൽ അധ്യക്ഷനായി. ജീവകാരുണ്യ പ്രവർത്തകൻ പ്രേമൻ കാണാട്ടിനെ ആദരിച്ചു. DCC സെക്രട്ടറി VG അശോകൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ, പ്രേമൻ കാണാട്ട്, സുമുഖൻ PB, മനീഷ അഭിഷേക് എന്നിവർ സംസാരിച്ചു. +1 അഡ്മിഷൻ ഏകജാലക നടപടിക്രമങ്ങളെക്കുറിച്ചും കുട്ടികളുടെ അഭിരുചികൾക്കനുസരിച്ച് കോഴ്സുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന വിഷയത്തെ സംബന്ധിച്ചും ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സെമിനാർ സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ പ്രിൻസിപ്പൽ ബെസ്സി ടീച്ചർ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കളുമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. 3-4 ഈ 3 ദിവസങ്ങളിലായിട്ട് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ അഡ്മിഷൻ നമുക്ക് നടക്കും. ഫസ്റ്റ് അലോട്ട്മെന്റിന് ഇഷ്ടപ്പെട്ട സ്കൂള് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫീസ് അടയ്ക്കേണ്ട, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവരെ ഏൽപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ടെമ്പററി ആയിട്ട് നിൽക്കാം, താൽക്കാലികമായിട്ട് നിൽക്കാം. ഫീസ് അടച്ച് നിർബന്ധമായിട്ടും അവിടെ ചേരണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ടെമ്പററി ആയിട്ട് നിന്നാൽ മതി. എന്നിട്ട് രണ്ടാമത്തെ അലോട്ട്മെന്റ് വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയോ നോക്കാം. രണ്ടാമത്തെ അലോട്ട്മെന്റ് വന്നിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വല്ലാണ്ട് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. മൂന്നാമതൊരു അലോട്ട്മെന്റ് കൂടി ഉണ്ട്. മൂന്നാമത്തെ അലോട്ട്മെന്റ് വരെ നമുക്ക് എന്ത് ചെയ്യാം? വെയിറ്റ് ചെയ്യാം. മനസ്സിലാണോ? ഫീസ് അടച്ച് ചേരാതെ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വെയിറ്റ് ചെയ്യാം. ഇതാണ് മെയിൻ കാര്യം. കോൺഗ്രസ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് കുടുംബ സംഗമം നടത്തി. വാലിപ്പറമ്പിൽ വത്സന്റെ വസതിയിൽ വെച്ച് നടന്ന കുടുംബ സംഗമം INTUC നാട്ടിക റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് സജീവ് പള്ളായി അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിയും എടമുട്ടം കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റുമായ ശോഭ സുബിൻ മുഖ്യപ്രഭാഷണം നടത്തി. മൈത്രി വത്സൻ, KV സുരേഷ് ബാബു, കുമാരക്കുട്ടി, ശരത് KH എന്നിവർ സംസാരിച്ചു. റോഡ് പണിയിൽ അഴിമതി ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി. വലപ്പാട് എടമുട്ടം കഴിമ്പ്രം ബീച്ച് റോഡ് നിർമ്മാണത്തിലാണ് ക്രമക്കേട് ആരോപിക്കുന്നത്. പലയിടത്തും ടാർ ഉപയോഗിക്കാതെയാണ് റോഡ് പണി നടത്തിയതെന്നും പണി തീർന്ന ദിവസങ്ങൾക്കകം റോഡ് പൊട്ടിപ്പൊളിയുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് CV വികാസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി MM ഇക്ബാൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഫാത്തിമ സലീം, അജ്മൽ ഷെരീഫ്, കോൺഗ്രസ് ഭാരവാഹികളായ സജിത്രൻ തയ്യിൽ, സുജിൽ കരിപ്പായി, ഇസ്മയിൽ അറക്കൽ, നാസർ ഷാ, വത്സൻ വാലിപ്പറമ്പിൽ, സജീവൻ എന്നിവർ നേതൃത്വം നൽകി. ജനങ്ങൾ ഒട്ടനവധി സമരം നടത്തിയതിന്റെ പേരിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സന്തോഷ് മാഷിന്റെ നേതൃത്വത്തിൽ തന്നെ ഒട്ടനവധി സമരങ്ങൾ നടന്നിട്ടുണ്ട്. ആ സമരങ്ങൾ നടത്തിയതിന്റെ ഭാഗമായി ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാത്ത, നിശ്ചയദാർഢ്യമില്ലാത്ത പഞ്ചായത്ത് കമ്മിറ്റി, ആ പഞ്ചായത്ത് കമ്മിറ്റി പിന്നീട് ഈ റോഡിന്റെ നിരന്തരമായ അവസ്ഥ കണ്ട് ജില്ലാ പഞ്ചായത്തിനോട് പറഞ്ഞതിന് ശേഷം ഒരുപാട് കാലഘട്ടത്തിന് ശേഷം ജില്ലാ പഞ്ചായത്ത് പൈസ അനുവദിച്ച് 30 ലക്ഷം രൂപയ്ക്ക് റീടാറിങ്ങും അതുപോലെ തന്നെ പാച്ച് വർക്കും നടത്തുന്നതിനാവശ്യമായിട്ടുള്ള പൈസ പാസ്സാക്കിയപ്പോൾ ആ പൈസ കൊണ്ട് റോഡ് പണിത് കഴിഞ്ഞു എന്ന് അവകാശപ്പെടുന്ന കോൺട്രാക്ടറാണെങ്കിൽ വലിയ അഴിമതി ഈ റോഡിന്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാണിജ്യം. ദന്താരോഗ്യ സംരക്ഷണത്തിനായി ആധുനിക സൗകര്യങ്ങളോടെ ഡോക്ടർ മുഫീദ്സ് ഡെന്റൽ ക്ലിനിക്ക് വാടനപ്പള്ളി ഗണേശമംഗലത്ത് പ്രവർത്തനം
പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വടനപ്പള്ളിയുടെ ഹൃദയഭാഗത്ത് നിന്ന് തുടങ്ങുന്ന സ്ഥാപനം വളരെ നിന്നുള്ള സമഫലമായി അദ്ദേഹം ഇതിൽ വർക്ക് ചെയ്തതും അത് സ്വന്തമായി തുടങ്ങുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. 4 ജീവിതം അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു. അതിൽ നിന്നും ഒക്കെ കഷ്ടപ്പാടുകളിലൂടെ സംഭരിച്ച സമ്പാദിച്ചു അദ്ദേഹം ഇങ്ങനെ ഒരു പേഷ്യൻസിന് തുറക്കപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ചടങ്ങിൽ ഇവിടെ ഓപ്പണിംഗ് സംബന്ധിക്കുവാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. ഓഫീസ് മികച്ച സേവനം നൽകുന്ന പ്രശസ്തമായ ഡോക്ടർമാരുടെയും അവരുടെയൊക്കെ സേവനങ്ങൾ പേഷ്യൻസിന് ഈ നാടിൻ്റെ എല്ലാവിധ സഹോദരന്മാരും കസ്റ്റമേഴ്സിനും. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, പഞ്ചായത്ത് അംഗം സന്തോഷ് പണിക്കശ്ശേരി, ഹെൽത്ത് സൂപ്പർവൈസർ കെ ഗോപകുമാർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഡോക്ടർ MC മുഹമ്മദ് മുഫീദ്, ഡോക്ടർ അൻസബ ഷെറിൻ, ഡോക്ടർ ഗീതു പ്രകാശ്, ഡോക്ടർ മുഹമ്മദ് ഗെയ്സ് നാസർ, ഡോക്ടർ KS നിധി, ഡോക്ടർ ജിബിൻ കരീം, ഡോക്ടർ അവിനാശ് M ദാസ്, ഡോക്ടർ നിബുൻ മോഹൻ, ഡോക്ടർ PM നിഹാദ, ഡോക്ടർ KK ശ്രീജിത്ത് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാണ്. ക്ലീനിങ്, ഫില്ലിംഗ്, റൂട്ട് കനാൽ ചികിത്സ, ദന്തക്രമീകരണ ചികിത്സ, മോണരോഗ ചികിത്സ, ഡെന്റൽ ഇംപ്ലാന്റ് എന്നീ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഫോൺ നമ്പർ 8606 36 25 73 95 44 33 03 36. ഒരിക്കൽ കൂടി, കർഷകരോടുള്ള അവഗണനയ്ക്കെതിരെ കർഷക കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. കേരള പട്ടിക ജനസമാജം, കേരളീയ പട്ടിക വിഭാഗ സമാജം എന്നീ സംഘടനകൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയായി. കാരമുക പൂത്തൃക്കോവ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നരസിംഹ ജയന്തി ആഘോഷിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.